ബേബി പ്രീസ്ലിയുടെ മദേഴ്സ് ഡേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ജോൺ ബോയിൻടൺ പ്രീസ്ലി വാസ് എ പ്രോളിഫിക് ഇംഗ്ലീഷ് റൈറ്റർ ആയിരുന്നു, പ്ലേ റൈറ്റ് ആണ്, സോഷ്യൽ കമൻറ്റേറ്റർ കൂടിയാണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ പ്ലേ എന്ന് പറയുന്നത് ആൻ ഇൻസ്പെക്ടർ കോൾസ്. സോ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂൾ വിട്ടിട്ട് ജൂനിയർ ക്ലർക്കായിട്ടൊക്കെ വർക്കിംഗ് ഒക്കെ തുടങ്ങി. ആൻഡ് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആർട്ടിക്കിൾസും എസ്സേസും ഒക്കെ എഴുതാൻ തുടങ്ങിയതും. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ലിറ്റററി സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ബ്രിട്ടീഷ് ആർമിയിൽ അദ്ദേഹം വേൾഡ് വാർ 1 സമയത്തുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ലിറ്ററേച്ചറൊക്കെ പഠിച്ചു അദ്ദേഹം. ആൻഡ് ഗവൺമെൻറ് ഗ്രാൻഡ് വെച്ചിട്ടായിരുന്നു അദ്ദേഹം പഠിച്ചത്. ആൻഡ് നോവൽസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ദ ഗുഡ് കമ്പാനിയൻസ് എന്നുള്ളതായിരുന്നു. അത് വളരെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളൊരു നോവലാണ് ഇദ്ദേഹത്തിൻ്റെ. അതിൻ്റെ നോട്ടബിൾ നോവൽ എന്ന് പറയുന്നത് ഏഞ്ചൽ പേയ്മെൻറ്റ്. ആൻഡ് ആൻ ഇൻസ്പെക്ടർ കോൾസ് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് പ്ലേ എന്ന് പറയുന്നത്, ഫേമസ് പ്ലേസ്. ആൻഡ് അതിനകത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ക്ലാസ് ഇനീക്വാളിറ്റി, അല്ലെങ്കിൽ ഈ ആളുകളുടെ ഈ മോറൽ ഹിപ്പോക്രസി ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ ഡേഞ്ചറസ് കോർണർ എന്ന് പറഞ്ഞൊരു വർക്കും കൂടിയുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. മേജർ തീംസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇനിക്വാളിറ്റിയെക്കുറിച്ചും ക്ലാസ് ക്രിറ്റിസിസത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള ഇനിക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ടൈമിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറും മൊറാലിറ്റിയും തമ്മിൽ, അതായത് ഹ്യൂമൻ ബിഹേവിയറും നമ്മുടെ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ. പിന്നെ അദ്ദേഹം വാറിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ ആയിട്ടുള്ള മദേഴ്സ് ഡേ ആണ്. അപ്പോൾ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലൊക്കെ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ ഇത് നടക്കുന്നത് ഒരു പിയേഴ്സൺ ഫാമിലിയിലെ ലിവിങ് റൂമിലാണ് ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മിസ്സസ് പിയേഴ്സൺ, അത് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം. മിസ്സസ് ആനി പിയേഴ്സൺ അല്ലെങ്കിൽ മിസ്സസ് പിയേഴ്സൺ, മിസ്റ്റർ ജോർജ് പിയേഴ്സൺ, പിന്നെ അവരുടെ മക്കളായിട്ടുള്ള ഡോറിസും സിറിലും, നെയ്ബർ ആയിട്ടുള്ള മിസ്സസ് ഫിറ്റ്സെറാൾഡ്. മിസ്സസ് ആനി പിയേഴ്സൺ അല്ലെങ്കിൽ മിസ്സസ് പിയേഴ്സൺ എന്ന് പറയുന്നത് വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു ഹൗസ് വൈഫാണ്, വളരെ സബ്മിസീവ് ആയിട്ടുള്ളൊരു ഹൗസ് വൈഫാണ്. അവരെ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് കോൺസ്റ്റൻ്റ്ലി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. മിസ്റ്റർ ജോർജ് പിയേഴ്സൺ ഹസ്ബൻഡാണ്, വളരെ പോമ്പസ് ആയിട്ടുള്ള മനുഷ്യനാണ്, ഭയങ്കര സെൽഫിഷാണ്, ഫുൾ ടൈം ക്ലബിലായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ, വൈഫിൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഇഗ്നോർ ചെയ്യുന്ന ഒരാളാണ്. ഡോറസ് പിയേഴ്സൺ എന്ന് പറഞ്ഞ മകളാണ്, യങ് വുമൺ ആണ്, സെൽഫിഷാണ്, ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്, അമ്മയാണ് എല്ലാ ജോലിയും ചെയ്ത് കൊടുക്കേണ്ടത്. സിറിൽ പിയേഴ്സൺ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ്, വളരെ സെൽഫിഷ് മൈൻഡഡ് ആയിട്ടുള്ളൊരു യങ് മാൻ ആണ്. അവന് ഈ കാർ റേസിങ്ങും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് താല്പര്യം. അടുത്തത് മിസ്സസ് ഫിറ്റ്സെറാൾഡ്. മിസ്സസ് ഫിറ്റ്സെറാൾഡ് എന്ന് പറയുന്നത് മിസ്സസ് പിയേഴ്സൻ്റെ നെയ്ബറാണ്, ഫ്രണ്ടാണ്. വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്, വളരെ ബോൾഡാണ്, കമാൻഡിങ് ആണ്. ആൻഡ് ഒരു മിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് മാജിക് ഒക്കെ പഠിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. സോ ഇവർ ആണ് ഇതിനകത്ത് മെയിൻ സ്റ്റോറിയെ തന്നെ സ്റ്റോറിയുടെ തന്നെ അല്ലെങ്കിൽ പ്ലോട്ടിനെ തന്നെ മാറ്റിമറിക്കുന്നത് നമ്മുടെ മിസ്സസ് ഫിറ്റ്സെറാൾഡ് ആണ്. അപ്പോൾ ഈ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്, ഫാമിലി ഡൈനാമിക്സ് അല്ലെങ്കിൽ ആ ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു അമ്മയുടെ റോൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ട്രഡീഷണൽ റോൾ ഓഫ് മദർ. ആൻഡ് അവരെ എങ്ങനെയാണ്, അമ്മമാരെ എങ്ങനെയാണ് നമ്മൾ പിന്നെ എന്താ പറയുക, അവരുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ പ്ലേ തുടങ്ങുന്നത് മിസ്സസ് പിയേഴ്സണും മിസ്സസ് ഫിറ്റ്സെറാൾഡും കൂടി ഇരുന്ന് ടീ കുടിക്കുവാണ്. അത് ആരുടെ വീട്ടിലിരുന്നുകൊണ്ടാണ്, മിസ്സസ് പിയേഴ്സൻ്റെ ലിവിങ് റൂമിലിരുന്ന്. ആൻഡ് മിസ്സസ് ഫിറ്റ്സെറാൾഡിന് അറിയാം മിസ്സസ് പിയേഴ്സൻ്റെ കണ്ടീഷൻ, അതായത് ഫാമിലിക്ക് ഒരു റെസ്പെക്റ്റും ഇല്ലാതാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു സെർവൻറ്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. മിസ്സസ് ഫിറ്റ്സെറാൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണാലിറ്റീസ് ടെമ്പററി ആയിട്ടൊന്ന് സ്വാപ്പ് ചെയ്യാം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിമറിക്കാം. ഒരു മിസ്റ്റിക്കൽ സ്പെല്ല് പറയുന്നു, അത് ഈസ്റ്റിൽ നിന്ന് പഠിച്ചതാണ്. മാജിക്കൊക്കെ ഈസ്റ്റിൽ നിന്നാണ് അവർ പഠിച്ചത്. സോ ഇവർ പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഫാമിലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാഠം പഠിപ്പിക്കണം. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണാലിറ്റീസ് വെച്ച് മാറാമെന്ന് മിസ്സസ് ഫിറ്റ്സെറാൾഡ് പറയുന്നു. മിസ്സസ് പിയേഴ്സൺ ആദ്യമേ ഹെസിറ്റൻ്റ് ആണ്, പക്ഷേ മിസ്സസ് ഫിറ്റ്സെറാൾഡ് ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, അതായത് നിങ്ങളുടെ ഫാമിലിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യമൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു സെർവൻറ്റിനെ പോലെ തന്നെ ഇവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാജിക് സ്പെല്ല് യൂസ് ചെയ്തിട്ട് മിസ്സസ് ഫിറ്റ്സെറാൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സസ് പിയേഴ്സണും കൂടി പേഴ്സണാലിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ മിസ്സസ് ഫിറ്റ്സെറാൾഡാണ് എന്തെന്ന് പറയുന്നത്,
സബ്മിസീവായിട്ട് നിൽക്കുന്നതും. അതായത് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ആത്മാവ് മിസ്സസ് പിയേഴ്സിൻ്റെ ബോഡി കയറി, മിസ്സസ് പിയേഴ്സിൻ്റെ ആത്മാവ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ദേഹത്ത് കയറി. ഇപ്പോൾ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് വളരെ പാവവും മിസ്സസ് പിയേഴ്സ് എന്ന് പറയുന്നത് വളരെ ബോൾഡും അസേർട്ടീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പേഴ്സണാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞു. ആൻഡ് അവർ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. മാനറിസംസ് ഒക്കെ ചേഞ്ച് ചെയ്തു. മിസ്സസ് പിയേഴ്സൺ സ്മോക്ക് ചെയ്യാനൊക്കെ തുടങ്ങി സിഗരറ്റ്. അതുപോലെ തന്നെ അവരുടെ ടോണൊക്കെ വളരെ ഷാർപ്പ് ആവാൻ തുടങ്ങി. വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങി. ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇവരുടെ ഫാമിലിയെ വളരെ നല്ല രീതിയിൽ ഷോക്ക് ചെയ്തു. അതായത് ആദ്യം വന്നത് നമ്മുടെ സിറിലായിരുന്നു. സിറിൽ വരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച പിന്നെന്താണ് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ സിറിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മിസ്സസ് പിയേഴ്സൺ വളരെ ഷാർപ്പായിട്ട് എന്താണ് പറയുന്നത്, നിനക്ക് തന്നെ നിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചൂടെ എന്ന് പറഞ്ഞ് കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉടനെ ഡോറിസിന് വളരെയധികം വിഷമം തോന്നുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഷീ ബിഗാൻ ടു ക്രൈ. അത് കഴിഞ്ഞിട്ട് സിറിൽ വരുവാണ്. സിറിൽ പിയേഴ്സൺ വരുമ്പോൾ മകനാണ്. സിറിൽ എന്താണ് യൂഷ്വൽ ടീ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ മിസ്സസ് പിയേഴ്സൺ പറയുവാണ്, ഞാൻ ചായയൊന്നും ഇട്ടില്ല, ഞാൻ മാത്രമേ കുടിച്ചോളൂ എന്ന് പറയുന്നു. ആൻഡ് ഇവൻ കംപ്ലയിൻറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്, എന്താ അമ്മേ ചായ ഇടാന്ന് ചോദിച്ചപ്പോൾ ഇവർ സർക്കാസ്റ്റിക്കലി റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ സെർവൻ്റ് അല്ല എന്ന് പറയുന്നു. സിറിലും എന്താണ് ഡോറിസിൻ്റെ കണക്ക് വളരെ ഷോക്ക്ഡായി കൺഫ്യൂസ്ഡായിട്ട് പോവുകയാണ്. പിന്നെ ജോർജ് വരുവാണ്, ഹസ്ബൻഡ് വരുവാണ്. ജോർജ് പിയേഴ്സൺ അച്ഛൻ വരുവാണ്, ക്ലബിൽ നിന്ന് വരുവാണ്. ആൻഡ് വൈഫ് ബിയർ കുടിക്കുന്ന കണ്ടിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ബിയർ ഇപ്പോൾ കുടിക്കുന്നതെന്ന്. അപ്പം പറയുകയാണ്, എന്താ ഈവനിങ്ങിൽ എന്താ ബിയർ കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആൻഡ് വൈഫ് എന്ത് ചെയ്യാണ്, ഇയാളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അതായത് വൈഫിൻ്റെ അടുത്ത് ഇയാൾ വന്ന് ആദ്യം ചോദിക്കുന്ന കാര്യം, എനിക്കിന്ന് ചായ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, അതിന് ആര് ചായ ഇട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ചോദിക്കുവാണ്, അപ്പം നീ ചായ ഇട്ടില്ലേ? അപ്പോൾ പറയാം ഇല്ല. അപ്പോൾ എന്നാൽ ശരി, ഞാൻ ഇന്ന് ഈവനിങ് എവിടെ പോവുകയാണ്, ക്ലബ്ബിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഉടനെ ഇവർ പറയും, നിങ്ങൾ ക്ലബ്ബിൽ വെറും ഒരു ലാഫിങ് സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജോക്കാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ ക്ലബ്ബിൽ. ബിക്കോസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു ജോക്കറെ പോലെയാണ്. അവർ നിങ്ങളെ കളിയാക്കി നിക്നെയിമായിട്ട് വിളിക്കുന്ന പേരെന്താണ്, പോംപി എന്നാണെന്ന് പറയുന്നു. സോ ഭയങ്കര ഷോക്ക്ഡ് ആവുകയാണ് ആര്, ജോർജ്, ഈ ഒരു ഷാർപ്പായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ റൂഡായിട്ടുള്ള സംസാരം കേട്ടിട്ട് ഭാര്യയുടെ. അങ്ങനെ അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോർജ് എന്ത് ചെയ്യാണ്, വളരെ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് മാറുവാണ്. ആൻഡ് പിന്നെ ജോർജ് മക്കളും കൂടി സംസാരിക്കുകയാണ്. അതായത് മക്കൾ രണ്ടുപേരും വിചാരിച്ചിരിക്കുന്ന അമ്മയുടെ തല എവിടെയോ തട്ടി അമ്മയ്ക്ക് കൺകഷനായി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ 3 പേരും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ട് 3 റിയലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ഫാമിലി മൊത്തത്തിൽ വളരെ കൺഫ്യൂസ്ഡായിട്ടും അപ്സെറ്റുമായിട്ടിരിക്കുകയാണ്. അവർ ലിവിങ് റൂമിൽ ഗ്യാദർ ചെയ്തിട്ട് എന്താണ് മിസ്സസ് പിയേഴ്സിന് സംഭവിച്ചതെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. മിസ്സസ് പിയേഴ്സൺ ഇപ്പോഴും എന്താണ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ആ ഒരു അടുത്ത് നിൽപ്പുണ്ട്. ആൻഡ് ഇവർ മിസ്സസ് പിയേഴ്സൺ എന്താണ് നല്ല രീതിയിൽ മോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി ഒരിക്കലും അവരുടെ ഡിസ്റെസ്പെക്റ്റ് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല എന്ന് ഓരോ രീതിയിലും ഇങ്ങനെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവലി ഫാമിലിക്ക് എന്ത് ചെയ്തു, അവരുടെ ഫോൾട്ടുകളെല്ലാം മനസ്സിലായി, കുറ്റങ്ങളെല്ലാം മനസ്സിലായി. അവരെന്ത് ചെയ്തു, നല്ല രീതിയിൽ മിസ്സസ് പിയേഴ്സനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ മിസ്സസ് പിയേഴ്സൺ ഇപ്പം മിസ്സസ് പിയേഴ്സൺ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ബിഹേവിയറിൽ വളരെയധികം മിസ്സസ് പിയേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മിസ്സസ് പിയേഴ്സൺ, നമ്മുടെ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ദേഹത്തുള്ള മിസ്സസ് പിയേഴ്സൺ ഇത് കണ്ടിട്ട് ഭയങ്കര ഈ ഒരു റൂഡ് ബിഹേവിയർ കണ്ടിട്ട് മിസ്സസ് പിയേഴ്സൻ്റെ റൂഡ് ബിഹേവിയർ കണ്ടിട്ട് അവർക്ക് തന്നെ വിഷമമാവുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുവാണ്, എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിനി പേഴ്സണാലിറ്റീസ് വെച്ച് മാറാം, ബിക്കോസ് എന്താണ് എനിക്ക് എൻ്റെ ഫാമിലി കിടന്ന് വിഷമിക്കുന്നത് കാണാൻ വയ്യെന്ന് പറയുന്നു. അങ്ങനെ അവർ പ്രൈവറ്റ് മൊമെൻറ്റിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ല് പറഞ്ഞ് പേഴ്സണാലിറ്റീസൊക്കെ ഒറിജിനൽ ബോഡീസിലോട്ട് ആക്കുകയാണ്. ആൻഡ് മിസ്സസ് പിയേഴ്സൺ വളരെ നെർവസ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് പറയുന്നുണ്ട്, വീണ്ടും നീ എന്ത് ചെയ്യുക, ഇപ്പം നിനക്ക് റെസ്പെക്റ്റ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, പഴയ പോലെ നീ സെർവൻ്റായി മാറരുത് എന്ന് പറയുവാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ഒറിജിനൽ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് പിന്നെന്താണ് അവരുടെ ഫ്ലാറ്റിലോട്ട് പോവുകയും ഇവർ മിസ്സസ് പിയേഴ്സൺ എന്ത് ചെയ്യാണ് പറയുന്നത്, ഡോറിസിൻ്റെ അടുത്തും സിറിലിൻ്റെ അടുത്തും സപ്പർ റെഡിയാക്കാൻ പറയുന്നു. എന്നിട്ട് ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്ന് റമ്മി കളിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റിയും ഫാമിലി ഡൈനാമിക്സും ആണ്. അതായത് ട്രഡീഷണൽ റോൾ ഓഫ് വിമൻ തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് സെറ്റിംഗ് ആകുമ്പോൾ അമ്മ ഫുൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, അച്ഛൻ എന്താണ് വെളിയിൽ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു, അമ്മമാർ സാക്രിഫൈസ് ചെയ്യുന്നു അവരുടെ ലൈഫ് അവരുടെ ഫാമിലീസിന് വേണ്ടി. അത് ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നു. അവരെ സാക്രിഫൈസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ആരും എന്താ ചെയ്യുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എംപവർമെൻറ്റും സെൽഫ് റെസ്പെക്റ്റും. സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അവർക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഫാമിലിയുടെ ആണെന്നുണ്ടെങ്കിലും വെളിയിൽ നിന്നുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് സ്റ്റാൻഡ് അപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
ദെൻ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പ്ലേ ആണ്. പേഴ്സണാലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് ഫാമിലിയെ റോൾ ഓഫ് മദർ എന്താണെന്ന് അല്ലെങ്കിൽ ആ വാല്യൂ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു പ്ലേയിൽ വഴി ആര് ചെയ്യുന്നത്, ജെ ബി പ്രീസ്ലി ചെയ്യുന്നത്.